സ്റ്റാലിൻ ബാലചന്ദ്രൻ്റെ അടുത്ത് വൈജയന്തിയെ പ്രണയിച്ച കഥകളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാനാണ് വൈജയന്തിയെ കല്യാണം കഴിച്ചത്, ആ വിഡ്ഢി ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഗോവർദ്ധനാണെങ്കിൽ പുറത്ത് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഡോഗിന് ട്രെയിനറാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആരാണ് ട്രെയിനിങ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് ട്രെയിനറും എല്ലാ കാര്യങ്ങളും, ഫുഡൊക്കെ നല്ല ഫുഡാണ് കൊടുക്കുന്നത്, വേസ്റ്റ് കൊടുക്കാനൊന്നും സാർ അനുവദിക്കില്ല, അപ്പോൾ നല്ല ഫുഡാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. സ്റ്റാലിൻ ബാലചന്ദ്രൻ്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിത് ഡൈജസ്റ്റ് ആവുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് സഹതാപം തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സഹതാപം തോന്നേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ട് 6 മാസം മേലെയായി. പിന്നെ ഭാര്യയുടെ പഴയ കാമുകൻ്റെ മുഖം കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളും ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് താങ്കൾ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 23 വർഷം മുമ്പ് വൈജിയെ ഉപേക്ഷിച്ച് പോയി, പക്ഷേ അതിലുണ്ടായിരുന്ന മകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും സ്റ്റാലിൻ്റെ കണ്ണ് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട്. വൈജിയെ അവിടെ നിന്ന് ആഗ്രയിൽ നിന്ന് പിടിച്ചിട്ട് പോകുമ്പോൾ അവൾ ഗർഭിണിയാണെന്ന് നിങ്ങൾക്കറിയാം, ആ കുഞ്ഞിനെ പ്രസവിക്കാതെ നിവൃത്തിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം 23 വർഷങ്ങൾക്ക് മുമ്പാണ് ബാലചന്ദ്രൻ നടന്നത്, അല്ലാതെ ഇപ്പോഴല്ല. ഇതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു, അണക്കെട്ടുകൾ വന്നു, പാലം വന്നു, സുനാമി വന്നു, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്ന് മാറി മറിഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, എല്ലാം വന്നിട്ടുണ്ടാകും, പക്ഷേ അതിലൊന്നും അവർ മരിച്ചു പോയിട്ടില്ല, അവരിപ്പോഴും ജീവനോടെ ഉണ്ട്. നിങ്ങളുടെ മകൾ എൻ്റെ വീട്ടിലെ വേലക്കാരിയായിട്ടാണ് വന്നത്, 6 മാസമായി എൻ്റെ വീട്ടിലെത്തിയിട്ട്, 22.5 വർഷക്കാലം അവൾ അനാഥാലയത്തിലാണ് ജീവിച്ചിരുന്നത്. അവൾ ഇത്രയും കാലം അനാഥയായിട്ട് ജീവിച്ചു, ഇനിയെങ്കിലും അവൾക്കൊരു ഐഡൻറ്റിറ്റി വേണം, അപ്പോൾ നിങ്ങൾ അവളെ മകളായിട്ട് അംഗീകരിക്കണം എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് നോ പറയാൻ ഒരിക്കലും നിങ്ങൾ മടിക്കരുത്, ഞാൻ നോക്കിക്കോളാം അവളെ. അവൾ എന്നെ വിളിക്കുന്നത്, ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനമാണ്, അവൾ എന്നെ വിളിക്കുന്നതും അച്ഛ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കാണാൻ പറ്റുകയാണെങ്കിൽ മാത്രം അവളെ ഏറ്റെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാൻ അവൾക്കൊരു വീട് വെച്ച് കൊടുക്കാം, അവൾക്ക് വേണ്ട ചിലവിന് കൊടുക്കാം, ഒരു ജോലി നേടിക്കൊടുക്കാം, അതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്. അത് പറയുമ്പോഴും സ്റ്റാലിന് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുള്ള മറുപടിയായിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ അവളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കാല് പിടിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങളുടെ അടുത്തൊന്ന് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഇത്ര ദൂരം വന്നത്. നോ എന്ന് പറയാൻ നിങ്ങൾ ഒരിക്കലും മടിക്കണ്ട, ഞാൻ ചെറിയൊരു കാര്യമല്ല പറഞ്ഞതെന്ന് എനിക്കറിയാം, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് അതിനുള്ള മറുപടി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മേനോൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഗോവർദ്ധനാണെങ്കിൽ പുറത്ത് തന്നെ നിൽക്കണം, അവരെപ്പോൾ വരും എന്നറിയാണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഉള്ളിൽ പോയിട്ട് എൻ്റെ കൂടെ വന്ന ആളുടെ അടുത്ത് ഒന്ന് ചോദിക്കുമോ, നേരം വൈകുമോ എന്നുള്ളത് ചോദിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോവർദ്ധൻ്റെ ഭാര്യ ഫോൺ ചെയ്തിട്ട് എന്താ വരാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ബാലേട്ടനുള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞങ്ങൾ ഇന്ന് തന്നെ വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അലീനയുടെ കാര്യം അറിഞ്ഞ് സ്റ്റാലിൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.